സമ്പന്നരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. ശരീരം കറുത്തതിന്റെ പേരിൽ സകലമായ ആശകളും നിരാശയാക്കേണ്ടി വന്ന ഒരു പാവം സ്വഹാബിയുടെ കഥ. തന്റെ ചിരികാലഭിലാഷം പൂവണിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പടർക്കളത്തിൽ വീണ് ഷഹീദായ ഒരു കഥനത്തിന്റെ കഥ. അതെ, പടർക്കളത്തിലെ മണവാളൻ. സകലവും പോറ്റും റഹ്മാനെ സകലരിലും ബാബുക പാടി ഞങ്ങൾ തുടങ്ങുന്നു. മന്ദമാരുതന്റെ ലാളനയേറ്റ് ചാടുന്ന ഈ നപ്പനകളാൽ അലങ്കൃതമായ അറേബ്യൻ നാട്. ഒട്ടകക്കൂട്ടങ്ങളും കാവിലെ കൂട്ടങ്ങളും കടന്നു നീളുന്ന മണൽ പരപ്പ. അവിടെയാണ് മസ്ജിദ് നബവി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പള്ളിയുടെ മൂലയിൽ നിന്നും ഒരു കരച്ചിൽ കേൾക്കുന്നത്. നബിതങ്ങൾ സൂക്ഷിച്ചു നോക്കി. ഇവിടെ വരൂ, എന്താണ് പ്രശ്നം, പറയൂ. പറഞ്ഞു, നബിയേ, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് അതിനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കറുത്ത സാദിനെ ആർക്കും വേണ്ട നബിയേ. കരയണ്ട നല്ല വഴിയും നിനക്കു ഞാൻ നൽകിയില്ല. നിൻമോഹം ഒന്നും അകറ്റിയില്ല. വേഗം പോകൂ നീ അമ്രിൻ വസാദി. വേഗം പോകൂ നീ അമ്രിൻ വസാദി. സാദേ, അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട. മദീനയിലെ വലിയ പണക്കാരനായ അമ്രിന്റെ സുന്ദരിയും സുമുഖിയുമായുണ്ട്. നീ നാളെ തന്നെ അവിടെ പോയി കാണുക. ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയുക. സാദിനൊന്നും ഉറക്കം വന്നില്ല. ആ മോളെ എനിക്ക് കിട്ടുമോ? എന്തായാലും പ്രവാചകനല്ലേ പറഞ്ഞത്, പോയി നോക്കാം. പ്രഭാതമായപ്പോൾ ആരോടൊക്കെയോ ചോദിച്ചറിഞ്ഞ സഅദ് നേരത്തെ തന്നെ അമ്രിന്റെ വീട്ടിലെത്തി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വരൂ, ഇരിക്കൂ. ആരാണ്? താങ്കളുടെ മകളെ വിവാഹം കഴിച്ചു തരാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കേൾക്കേണ്ട താമസം അമ്ര ചാടി എഴുന്നേറ്റു. എടാ ധിക്കാരി, നീ എന്നെ അപമാനിക്കുകയാണോ? എന്റെ സുന്ദരിയായ മകളെ നിരൂപിയായി എനിക്ക് വിവാഹം കഴിച്ചു തരികയോ? വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ തല കാണില്ല. പൊട്ടി കരഞ്ഞു വന്ന സഅദ് അവിടെ നിന്നും പുറപ്പെട്ടു. ആ നിമിഷം മകൾ ജമീല ഇറങ്ങി വന്നു. ഉപ്പ, അല്ലാഹുവിൻ ദൂതൻ ഇങ്ങോട്ടയച്ചുള്ള ആരംഭ സദീനെ ഇങ്ങു വിളിക്കൂപ്പ. സകലവും സൃഷ്ടിക്കാൻ കാരണമായുള്ള ആരംഭ ദ്വാവിൽ വാക്ക് വെടിയേണ്ട പൊന്നു സദീനെ വേഗം വിളിക്കൂപ്പ. പൊന്നു സദന്റെ ഇഷ്ടവരനാണ്. പൊന്നുപ്പ കേട്ടോളൂ, ഈ ദുനിയാവിൽ ഞാൻ പുതുമാരൻ തേടുമെങ്കിൽ സഅദിനെ മാത്രമാ. സഅദ് വിരൂപിയാണെങ്കിലും പ്രവാചകനല്ലേ പറഞ്ഞയച്ചത്. എനിക്ക് പുതിയാപ്പിളയായി അദ്ദേഹം തന്നെ മതി. വേഗം വിവരം അറിയിക്കുക. അമ്ര തന്റെ കുതിരപ്പുറത്ത് ചാട്ടിക്കയറി നബിയുടെ അടുത്തെത്തി. നബിയെ, ഞാൻ സഅദിനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്റെ മകളുടെ പുതിയാപ്പിളയായി അദ്ദേഹം തന്നെ മതി. വേഗം കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാളെയാണ് വിവാഹം. പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്നും 400 വെള്ളി കടം വാങ്ങി. അപ്പോഴാണ് യുദ്ധത്തിനുള്ള അറിയിപ്പ് കേൾക്കുന്നത്. വേഗം മുഖംമൂടി വാങ്ങി. കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു നബിതങ്ങൾ തന്നെ എന്തായാലും യുദ്ധത്തിന് പോകാൻ അനുമതി തരില്ല എന്ന്. മുഖംമൂടിയുമായി പടർക്കളത്തിലേക്കാണ് നാളത്തെ മണവാളൻ പോയത്. യുദ്ധം ശക്തിയായി. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടുവാൻ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ ആ കറുത്ത മുഖംമൂടി ധരിച്ച മനുഷ്യനിലേക്കായിരുന്നു. ഏതോ ഒരു ശത്രു യോദ്ധാവ് ആ വീരയോദ്ധാവിനെ കുത്തിമലർത്തി. യുദ്ധം കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുന്നേ പോലെ തളർത്തിയിടുന്നേ. അങ്ങേ മുഖം മൂടി അതാ കാണുന്നേ. ആറ്റൽ റസൂലോരും അടുത്തിടുന്നേ. റബ്ബേ പുതുമാരൻ ഷഹീദായല്ലോ. എല്ലാം
കഴിയുമല്ലോ. ഷഹീദായി കിടക്കുന്ന ഓരോ സ്വഹാബാക്കളെയും നോക്കിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുഖംമൂടി ധരിച്ച് സ്വഹാബിയുടെ അടുത്തെത്തി. മുഖംമൂടി നീക്കിയപ്പോൾ യാ അല്ലാഹ്, നാളെ മണവാളനാകേണ്ട എന്റെ സാദാണല്ലോ റബ്ബേ ഇത്. നബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അത് കണ്ട സഹാബാക്കളുടെയും ഹൃദയം തകർന്നു പോയി. അല്ലാഹു തആല അവരുടെ ഒപ്പം നമ്മളെയും സ്വർഗീയ ജീവിതം നയിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം ഇടുകയായി. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.